വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള സപ്പോർട്ട് അവസാനിപ്പിക്കാൻ ഒരുങ്ങി മൈക്രോസോഫ്റ്റ്. ഇതോടെ 24 കോടി പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കുള്ള സാങ്കേതിക സപ്പോർട്ടാണ് അവസാനിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഇ വേസ്റ്റ് കുന്നുകൂടാൻ ഇടയാക്കുമെന്നാണ് അനലിസ്റ്റ് സ്ഥാപനമായ കനാലിസ് റിസർച്ചിന്റെ വിലയിരുത്തൽ. മൈക്രോസോഫ്റ്റിന്റെ തീരുമാനം നടപ്പിലായാൽ ഏകദേശം 48 കോടി കിലോഗ്രാം ഭാരമുള്ള ഇലക്ട്രോണിക് മാലിന്യം സൃഷ്ടിക്കപ്പെടും. ഇത് 3,20,000 കാറുകൾക്ക് തുല്യമാണെന്നാണ് കണക്കുകൂട്ടൽ. 2025 ഒക്ടോബറോടെ വിൻഡോസ് 10 സപ്പോർട്ട് നിർത്തലാക്കാനാണ് മൈക്രോസോഫ്റ്റ് ലക്ഷ്യമിടുന്നത്. 2028 ഒക്ടോബർ വരെ വിൻഡോസ് 10 ഉപകരണങ്ങൾക്ക് സുരക്ഷാ അപ്ഡേറ്റുകൾ നൽകുമെന്നും മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വാർഷിക നിരക്ക് ഈടാക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളെ PC-യിലേക്ക് കൊണ്ടുവരും വിധമായിരിക്കും വരാനിരിക്കുന്ന OS. ഇത് മന്ദഗതിയിൽ പോകുന്ന PC വിപണിക്ക് പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ. OS സപ്പോർട്ട് അവസാനിച്ചാലും വർഷങ്ങളോളം പല PC-കളും ഉപയോഗിക്കാനാവുമെങ്കിലും സുരക്ഷാ അപ്ഡേറ്റുകൾ ഇല്ലാത്തതിനാൽ ആവശ്യക്കാർ കുറയുമെന്നാണ് കനാലിസ് റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. കാലങ്ങളോളം പഴക്കമുള്ള പല കമ്പ്യൂട്ടറുകളിലും മൈക്രോസോഫ്റ്റിന്റെ പുതുക്കിയ OS ആയ വിൻഡോസ് 11 പ്രവർത്തിപ്പിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നും ബിസിനസ് സ്ഥാപനങ്ങളുടെ കാര്യമെടുത്താൽ 70% കമ്പനികളും ഉപയോഗിക്കുന്നത് വിൻഡോസ് 10 ആണെന്നുമാണ് പറയുന്നത്. കമ്പ്യൂട്ടർ വേൾഡിൻ്റെതാണ് ഈ റിപ്പോർട്ട്. വിൻഡോസ് 7 കാര്യത്തിൽ മൈക്രോസോഫ്റ്റ് കാണിച്ചതുപോലെ തന്നെ ഇളവ് വിൻഡോസ് 10 നൽകിയേക്കുമെന്നും വാദമുണ്ട്. വിൻഡോസ് 10 കൺട്രോൾ പാനലൊക്കെ വലിയ മാറ്റമൊന്നുമില്ലാതെ വിൻഡോസ് 11 നിലനിർത്തിയിട്ടുമുണ്ട്. വിൻഡോസ് 10 അനുഭവം വിൻഡോസ് 11 വേണ്ടവർക്കായി ചില തേർഡ് പാർട്ടി ടൂളുകളും ഇറക്കിയിട്ടുണ്ട്.